നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ആഗസ്റ്റ് 15 വെള്ളി 2025 വാർത്തകളിലേക്ക്. രാജ്യം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ ജന്നി എന്നും എല്ലാവർക്കും തുല്യനീതിയും അവസരവും ഉറപ്പാക്കണമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യ ആത്മവിശ്വാസത്തോടെ സ്വയം പര്യാപ്തിയിലേക്ക് നീങ്ങുന്നുവെന്നും വലിയ വിഭാഗത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചുവെന്നും പിന്നോക്ക സംസ്ഥാനങ്ങളായി നിന്ന പ്രദേശങ്ങൾ പുരോഗതിയുടെ പാതയിലാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. വിഭജന ഭീതി ദിനം ആചരിച്ചതും രാഷ്ട്രപതി സന്ദേശത്തിൽ പരാമർശിച്ചു. വിഭജനത്തിന്റെ നാളുകളെ മറക്കരുതെന്നും ദ്രൗപദി മുർമു ചൂണ്ടിക്കാട്ടി. 79ാമത് സ്വാതന്ത്ര്യദിനത്തിൽ ആരംഭിച്ചുള്ള രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകൾ പ്രഖ്യാപിച്ചു. 127 സൈനികരാണ് ഇത്തവണ രാജ്യത്തിന്റെ ആദരം ഏറ്റുവാങ്ങുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിൽ നിർണായക പങ്കുവഹിച്ച സൈനികർക്ക് 3 സൈനിക വിഭാഗങ്ങളും മെഡലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 പേർക്ക് കീർത്തി ചക്ര പുരസ്കാരവും 15 പേർക്ക് വീർ ചക്ര പുരസ്കാരവും 16 പേർക്ക് ശൗര്യ ചക്ര പുരസ്കാരവും നൽകും. 58 പേർക്ക് ധീരതയ്ക്കുള്ള സേനാ മെഡലും 26 പേർക്ക് വായുസേനാ മെഡലും 9 പേർക്ക് ഉദം യുദ്ധ് സേവ മെഡലും നൽകും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി മലയാളികൾക്ക് ആശംസകൾ അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമൂഹികവും സാമുദായികവുമായ എല്ലാ വേർതിരിവുകളെയും അതിജീവിച്ച് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായ ദേശീയ പ്രസ്ഥാനത്തിൽ അണിനിരുന്നതിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യമെന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിലൂടെ അറിയിച്ചു. 2020 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് 285 പോലീസ് ഉദ്യോഗസ്ഥർ അർഹരായി. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി മെഡലുകൾ സമ്മാനിക്കും. സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതിബദ്ധതയുടെയും അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് പോലീസ് മെഡൽ പുരസ്കാരം നൽകുന്നത്. ഇതിന് പുറമെ 24 അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ അഗ്നിശമന സേവാ മെഡലിനും അർഹരായി. ദേശീയപാത അതോറിറ്റിയുടെ വാർഷിക ഫാസ്ടാഗ് പാസ് സ്വാതന്ത്ര്യദിനമായി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഇടയ്ക്കിടെ യാത്ര ചെയ്യുന്നവർക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഈ പദ്ധതി യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുകയും പണം ലാഭിക്കാൻ സഹായിക്കുകയും ചെയ്യും. 3000 രൂപ ഒറ്റത്തവണ അടച്ചാൽ 200 തവണ ടോൾ പ്ലാസകൾ മറികടക്കാം. അല്ലെങ്കിൽ 1 വർഷം മുഴുവൻ യാത്ര ചെയ്യാം. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതനുസരിച്ച് പാസ് കാലാവധി അവസാനിക്കും. വോട്ട് കൊള്ളയിലൂടെ അധികാരത്തിലെത്തിയ മോദിക്ക് അധികാരത്തിൽ തുടരാൻ താർമീതില്ലെന്ന് AC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സ്വതന്ത്രവും നീതിപൂർവ്വമായ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ച് BJP നടത്തുന്ന വോട്ട് കൊള്ളയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KPCയുടെ ആഹ്വാനപ്രകാരം DCCകളുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ നടന്ന ഫ്രീഡം നൈറ്റ് മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാർ വോട്ടർ പട്ടിക ക്രമക്കേടിൽ നിർണായകമായി സുപ്രീംകോടതി ഇടക്കാല ഉത്തരവ്. ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഒഴിവാക്കിയവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിട്ടു. ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതാണെന്ന് KC വേണുഗോപാൽ MP. വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിവെക്കുന്നതാണ് കോടതി വിധിയെന്നും ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 65 ലക്ഷത്തോളം ആളുകളുടെ പേര് അവരുടെ നീക്കം ചെയ്യേണ്ട കാരണം എന്നിവ വെളിപ്പെടുത്തണമെന്നും കോടതി വിധി സ്വാഗതാർഹമാണെന്നും വേണുഗോപാൽ പറഞ്ഞു. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നടപടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കോടതി റിപ്പോർട്ട് തള്ളിയത്. മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയാണ് അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയെന്ന വിജിലൻസ് റിപ്പോർട്ടിനാണ് കോടതിയുടെ അതിരൂക്ഷ വിമർശനം ഉയർന്നത്. MR അജിത് കുമാറിനെതിരായ ഉത്തരവ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുകയെന്ന് PV അൻവർ. അഴിമതിക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തെ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണെന്നും അജിത് കുമാറിനെതിരെ കൃത്യമായ തെളിവുകൾ നൽകിയിട്ടും ക്ലീൻ ചീറ്റ് നൽകുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നതും കോടതി നേതൃത്വത്തിൽ സത്യസന്ധമായ അന്വേഷണം വന്നാൽ അജിത് കുമാർ നടത്തിയ എല്ലാ തട്ടിപ്പുകളും പുറത്തുവരുമെന്നും PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRLന്റെ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി വിശദവാദം കേൾക്കും. അടുത്ത മാസം 16 മുതൽ കേസിൽ വാദം കേൾക്കാൻ കോടതി തീയതി നിശ്ചയിച്ചു. കൊയിലാണ്ടി ചേമഞ്ചേരി നിർമ്മാണത്തിലിരിക്കുന്ന തോരായിക്കടവ് പാലത്തിന്റെ ഒരു ഭാഗം താറുന്നു. കൊയിലാണ്ടി ബാലുശ്ശേരി നിയോജകമണ്ഡലം ബന്ധിപ്പിക്കുന്ന തോരായിക്കടവിൽ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ബീം ചെരിഞ്ഞ് വീഴുകയായിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ ഒരു ഭാഗം വ്യാഴാഴ്ച തകർന്നുള്ള സംഭവത്തെ തുടർന്ന് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വിമർശനവുമായി MLAയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്കൂളിലെത്താൻ വൈകിയെന്ന ആരോപണിച്ച് 5ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയെ ഇരുട്ടുമുറിയിൽ അടച്ചുപൂട്ടിയെന്ന ആരോപണത്തിൽ അന്വേഷണം നിർദ്ദേശം നൽകി മന്ത്രി V ശിവൻകുട്ടി. സംസ്ഥാനത്തെ ഒരു സ്കൂളിലും കുട്ടികൾക്കെതിരെയുള്ള ഒരു വിവേചനവും ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും എറണാകുളത്തെ ഒരു സ്കൂളിൽ 5ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയെ ഇരുട്ടുമുറിയിൽ അടച്ചുപൂട്ടിയ എന്നടക്കമുള്ള ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടിയെടുക്കുമെന്നും കുട്ടി TC വാങ്ങേണ്ടതില്ലെന്നും മന്ത്രി അറിയിച്ചു. കേരള സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിന് MDയുടെ പേര് നൽകാൻ തീരുമാനം. കേരള സാഹിത്യ അക്കാദമി MD ഓഡിറ്റോറിയം എന്ന് പേരിടും. 17-ന് സർവ്വദേശീയ സാഹിത്യ ഉദ്ഘാടനത്തിനെത്തുന്ന മുഖ്യമന്ത്രിയാണ് നാമകരണം നടത്തുക. അതേസമയം സാഹിത്യ അക്കാദമി ലൈബ്രറിക്ക് ലളിതാംബിക അന്തർജന്റെ പേരിടും. ലളിതാംബിക അന്തർജനം സ്മാരക ലൈബ്രറിയിൽ നാമകരണം നടത്തുന്നത് ധനമന്ത്രി KN ബാലഗോപാൽ ആയിരിക്കും.
ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കള്ളവോട്ട് ആരോപണമായി UDF കൺവീനർ അടൂർ പ്രകാശ് 1.14 ലക്ഷം കള്ളവോട്ടുകൾ ആറ്റിങ്ങൽ താൻ മത്സരിക്കാൻ എത്തിയപ്പോൾ കണ്ടെത്തിയെന്നും ചില നേതാക്കളുടെ മക്കൾക്ക് ഉൾപ്പെടെ കള്ളവോട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നുവെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് നടപ്പാക്കിയ ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചുള്ള പ്രഖ്യാപനം ഈ മാസം 20 മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തും. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി B. രാകേഷും സെക്രട്ടറിയായി ലിസ്റ്റിൻ സ്റ്റീഫനും വിജയിച്ചു. NP സുബേറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെ വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ അടുത്ത ദിവസം 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെങ്ങിൻകടലിലെ ആൽക്കഹോളിന്റെ പരിധി നിശ്ചയിച്ച് സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. സംസ്ഥാന സർക്കാർ 2007 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. അബ്കാരികൾ നൽകിയ ഹർജികളിലാണ് ഈ നടപടി. ആൽക്കഹോൾ അളവ് കൂടുതലുള്ള കള്ള് വിറ്റെന്ന കേസുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അബ്കാരികളുടെ ഹർജി. ജൈവ ഉറവിട മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നവർക്ക് ഇനി മുതൽ 5% പ്രോപ്പർട്ടി നികുതി ഇളവ് നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. വർക്കല ശിവഗിരി SN കോളേജ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാനത്തെ ആദ്യ സാനിറ്ററി വേസ്റ്റ് ടു എനർജി പ്ലാന്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ INTUCയുടെ ജനറൽ കൗൺസിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ക്ഷണിച്ചില്ലെന്ന തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജിന്റെ പരാതിക്ക് പിന്നാലെയാണ് ജില്ലയിലുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഓട്ടോമാറ്റിക് ഡോറില്ലാത്ത KSRTC ബസ്സുകൾ ഡോറിൽ കെട്ടിയിട്ടിരിക്കുന്ന കയറുകൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ KSRTC മെക്കാനിക് എഞ്ചിനീയർ നിർദ്ദേശം നൽകി. വാതിലുകൾ അടയ്ക്കാനായി കെട്ടിയ പ്ലാസ്റ്റിക് കയറുകളും വള്ളികളും നീക്കം ചെയ്യാനായ നിർദ്ദേശം യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്നതിനാണ് ഈ നിർണായക നടപടി. യുവതിയെ സെക്സ് റാക്കറ്റിന് കൈമാറാൻ ശ്രമിച്ചെന്ന കേസിൽ നടി മിനു മുനീർ പോലീസ് കസ്റ്റഡിയിൽ. 2014 ബന്ധുവായി യുവതിയെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകിയ തമിഴ്നാട്ടിൽ എത്തിച്ച് സെക്സ് റാക്കറ്റിന് കൈമാറാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് നടിയെ ചെന്നൈ പോലീസ് കസ്റ്റഡിയെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളുടെ അപകീർപ്പെടുത്തിയെന്ന കേസിൽ നടൻ ബാലേന്ദ്രമേനോന്റെ പരാതിയിൽ നേരത്തെ മിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലഹരിക്കടിമയായ മകന്റെ കുത്തേറ്റ് അച്ഛനും അമ്മയും മരിച്ചു. മന്നത്ത് വാർഡിൽ പനവേലി പുരയിടം വീട്ടിൽ തങ്കരാജ്, ഭാര്യ ആഗ്നസ് എന്നിവരാണ് മരിച്ചത്. കുവൈറ്റിലെ വിഷമദ്യ ദുരത്തിൽ മരിച്ചവരിൽ കണ്ണൂർ സ്വദേശിയും കണ്ണൂർ ഇരിണാവ് സ്വദേശി P. സച്ചിനാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന സച്ചിൻ 4 വർഷം മുൻപാണ് കുവൈറ്റിൽ എത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് മെത്തനോൾ കലർന്ന പാനീയങ്ങൾ കഴിച്ചതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 61 പേർക്ക് വിഷബാധ ഏറ്റത്. 13 പേർ ദുരന്തത്തിൽ മരിച്ചതായി എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ 6 പേർ മലയാളികളാണെന്നാണ് അനൗദ്യോഗിക വിവരം. വിഷമത്തിൽ 21 പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്നവർ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. അതേസമയം കുവൈറ്റിലെ വ്യാജമദ്യ ദുരന്തത്തിൽ ചിലർ കസ്റ്റഡിയിലെടുത്തായും സൂചനകളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത വീണ്ടും ചോദ്യം ചെയ്ത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമെതിരെ കള്ളവോട്ട് ആരോപണം ഉന്നയിക്കാൻ മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിന് രേഖകൾ എത്തിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് AICI വക്താവ് പവൻ ഖേരെ തുറന്നടിച്ചു. മഹാദേവപുരയിലെ വിവരങ്ങൾ മാത്രം ശേഖരിക്കാൻ 6 മാസമാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വന്നതെന്നും എന്നാൽ രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തി 6ാം ദിവസം 6 മണ്ഡലങ്ങളിലെ വിവരങ്ങൾ അടുത്താണ് അനുരാഗ് താക്കൂർ വാർത്താസമ്മേളനം നടത്തിയതെന്നും നിരന്തരം കോൺഗ്രസ് അഭ്യർത്ഥിച്ചിട്ടും നൽകാത്ത ഇലക്ട്രോണിക്സ് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയെന്നും പവൻ ഖേര പറഞ്ഞു. കന്നഡ സൂപ്പർ താരം ദർശൻ അറസ്റ്റിൽ സുപ്രീം കോടതി ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെയാണ് അറസ്റ്റ് നടന്നത്. ദർശനെ ബെല്ലാരി ജയിലിലേക്ക് മാറ്റും. നടി പവിത്ര ഗൌഡയും അറസ്റ്റ് ചെയ്തു. രേണുകാസ്വാമി കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് കന്നഡ നടൻ ദർശൻ ദുഗ്ദേവയുടെ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കിയത്. തമിഴ്നാട് ഗവർണർക്കെതിരെ കടുപ്പിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഗവർണർ ഒരുക്കുന്ന ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. RN രവി തമിഴ്നാട്ടിന്റെ താൽപ്പര്യങ്ങളിൽ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതിലാണ് ബഹിഷ്കരണമെന്ന് സർക്കാർ വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ കിഷ്താറിൽ വേഗ വിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 31 മരണം, 50 പേരെ അപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തി. NDRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.